നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കളെ ക്യാപ്റ്റൻ മേജർ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് നാണക്കേടുണ്ടാക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിലെ വിമർശനം. ക്യാപ്റ്റനും മേജറും ഒക്കെ സൈന്യത്തിലാണ്. ജനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ ഒഴിയണമെന്ന ആവശ്യവും ഉയർന്നു. ഷൈജു വിരളുമായി ചേർന്നു. ഷൈജു, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പൊതുവായ സെന്റിമെന്റ്സ് ആണോ ഇത്? അജിൻസ്, യൂത്ത് കോൺഗ്രസിന്റെ ത്രിദിന രാഷ്ട്രീയ പഠന ക്യാമ്പാണ് ഇന്ന് സമാപിക്കുന്നത്. ഈ ക്യാമ്പിൽ ഇന്നലെ രാത്രിയാണ് സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത്. ഈ സംഘടനാ പ്രമേയത്തിന് ശേഷം നടന്ന ചർച്ചയിലാണ് ഈ അതിരൂക്ഷ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രമേയം മുന്നോട്ട് വെക്കുന്നത് 40 വയസ്സ് എന്നത് 35 മാറ്റണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ആ നിർദ്ദേശത്തെ ജില്ലകൾ ഒന്നടങ്കം എതിർക്കുന്നു. 14 ജില്ലകളിൽ 13 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിനെ എതിർക്കുകയും ആ 40 എന്ന നിർദ്ദേശത്തെ ആ നിർദ്ദേശം നിലനിർത്തുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ മാറി എന്നാണ് ഏറ്റവും 35 നിലനിർത്തുന്നതിലേക്ക് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, ഇതിൽ ഉണ്ടായിട്ടുള്ളത് നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലി, അത്തരം രീതികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ജസീൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ അവർ ആ സ്ഥാനം ഒഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർ ജനപ്രതിനിധികൾക്ക് ഉണ്ടാവേണ്ടുന്ന തിരക്ക്, ആ തിരക്ക് സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും എന്ന തിരിച്ചറിവുണ്ടാക്കി അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവായി പോകുന്ന ഒരു രീതി ഭാരവാഹികൾക്ക് ഉണ്ടാവുക എന്ന ഒരു രീതി യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാവണം എന്നൊരാവശ്യം ഉയരുകയും ചെയ്തത്. മറ്റൊന്ന്, കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇടയിൽ ഇപ്പോഴുള്ള ക്രെഡിറ്റ് വിവാദം വലിയ ചർച്ചയായി വിമർശനമായി ഉന്നയിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും സന്നദ്ധമായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ മേജർ, ക്യാപ്റ്റൻ വിളികളാണ്. ഇതൊക്കെ സൈന്യത്തിൽ ഉള്ളതാണ്. ഇത് പ്രവർത്തകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം രീതികൾ നേതാക്കന്മാർ ഉപേക്ഷിക്കണമെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയായ രീതിയല്ല എന്ന ഒരു വിമർശനവും ഇതിനകത്ത് ഉയർന്നു വരികയും ചെയ്തു. മാത്രമല്ല, താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തെ കടുത്ത ഭാഷയിൽ പലരും വിമർശിക്കുകയും ചെയ്തു. കാരണം യൂണിറ്റ് തലങ്ങളിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വാർഡ് തലത്തിലുമുള്ള പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകണം. മേൽത്തട്ട് മാത്രം നന്നായിട്ട് കാര്യമില്ല, താഴെത്തട്ട് കൂടി സജീവമാകണം എന്നതാണ് മറ്റൊന്ന്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഫണ്ട് പിരിവ്, ആ പിരിച്ചെടുത്ത തുകകൾ എവിടെയെന്ന ചോദ്യം ഈ ക്യാമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 30-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന ഒരു നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ആ വീടുകൾ എവിടെ നിർമ്മിച്ചു എന്ന ചോദ്യവും ഈ സത്യസേവാ സംഘർഷ് എന്ന് പേരിട്ട് 3 ദിവസം നടക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയ പഠന ക്യാമ്പിൽ ഉയർന്നു എന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇനി രാഷ്ട്രീയ പ്രമേയം കൂടി അവതരിപ്പിച്ചാൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തെ ക്യാമ്പ് കടുത്ത ഭാഷയിലുള്ള പ്രവർത്തകരുടെ വിമർശനത്തിന് വേദിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അജിൻസ്, ശരി. ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുമായി ഉന്തുതള്ളുമുണ്ടായി.